ഞാൻ വിജയെ എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നത്. അവൻ എന്നെ ദീദു എന്നാണ് വിളിക്കുന്നത്. ഞാൻ അവനെ ഉപദേശിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഞാൻ അവൻ്റെ ഉപദേശകമായിരുന്നെങ്കിൽ പവൻ കല്യാണിൻ്റെ വഴിക്ക് പോകാൻ ഞാൻ അവനോട് പറയുമായിരുന്നു. ഞാൻ തീർച്ചയായും അവനെ അത് ഉപദേശിക്കുമായിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ. ഒരുപക്ഷെ വിജയ് ഇപ്പോൾ ശ്രീമാൻ, രജനീകാന്ത് 91-ലും 92-ലും ആയിരുന്ന ആ സ്ഥാനത്താണ്. അതുകൊണ്ട് അവനിലുള്ള പ്രതീക്ഷകൾ വളരെ വളരെ വലുതാണ്. കമൽ സാർ വളരെ അനുഭവ സമ്പത്തുള്ള ഒരു നടനാണ്. അതുപോലെ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണെന്നും ഞാൻ പറയും. ഇന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ 12 പ്രധാന വാർത്തയാകുന്നു. അതുകൊണ്ട് വിജയ്ക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. കനിമൊഴിയെ തമിഴ്നാട്ടിലെ മന്ത്രിമാരിൽ ഒരാളായി സ്ത്രീകളെ മുന്നിൽ നിന്ന് നയിക്കുന്ന, അവനെ അവതരിപ്പിക്കുന്ന, അസംബ്ലിയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതത് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന ഇവിടുത്തെ ഏറ്റവും ശക്തരായ മന്ത്രിമാരിൽ ഒരാളായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ അത് കാണുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സഹോദരിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല? അവർ കഴിവുള്ളവളാണ്. 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് 2 മൾട്ടി സ്റ്റാററുകളെയും ഒരു ഹീറോയെയും കുറിച്ചുള്ളതാണെന്ന് തോന്നുന്നു. എൻ്റെ കൂടെയുള്ളത് സിനിമയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ലോകത്ത് ഒരേ അളവിലുള്ള മികവോടും വിജയത്തോടും കൂടി ഒരുപോലെ നിലയുറപ്പിച്ച ഒരാളാണ്. ഖുഷ്ബു സുന്ദർ. ഡീകോഡറിലേക്ക് സ്വാഗതം. അത്തരമൊരു നായകൻ നിങ്ങളുടെ മൾട്ടി സ്റ്റാററിലേക്ക് ശരിക്കും മാറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, അത് അദ്ദേഹത്തെ ആശ്രയിച്ചിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ. ഞങ്ങളുടെ NDA സഖ്യത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഞങ്ങൾക്ക് വേണ്ടി AIADMK ആണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഞങ്ങൾ ശ്രീമാനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. APS തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. നോക്കൂ, തമിഴ്നാട്ടിലെ മൊത്തത്തിലുള്ള അന്തരീക്ഷം എല്ലാവരും DMKയെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. അവർ പറയുന്നു, അഴിമതി മതിയായി, കഴിഞ്ഞ 5 വർഷമായി ഒരു ജോലിയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഇത് DMKയുടെയും അഴിമതിയുടെയും കുടുംബവാഴ്ചയുടെയും അവസാനമാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് 2019, 2021, 2024 വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രധാനമായും ഭരണവിരുദ്ധ വികാരത്തെയാണോ ആശ്രയിക്കുന്നത്? തമിഴ്നാട്ടിലെ NDAയിലുള്ള നിങ്ങളുടെ ഘടനയ്ക്ക് കാര്യമായ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന അർത്ഥത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒന്നുമില്ലെന്നും തമിഴ്നാട്ടിൽ താമര വിരിയില്ലെന്നും അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 4 സിറ്റിംഗ് MLAമാരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 2 അക്ക സംഖ്യയ്ക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണമാണ്. ഞങ്ങൾക്ക് നൽകുന്ന ഓരോ നിയോജക മണ്ഡലത്തിലും ഞങ്ങൾ വിജയിക്കും എന്നതിനായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏക ആശയവും ഒരേയൊരു അടിസ്ഥാനവും അഴിമതിക്ക് ഒരവസാനം കുറിക്കുക എന്നതാണ്. ക്രമസമാധാനമില്ല. ഓരോ ദിവസവും സ്ത്രീകൾ എങ്ങനെ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. അത് 2 വയസ്സുള്ള കുട്ടിയാകട്ടെ, 7 വയസ്സുള്ള കുട്ടിയാകട്ടെ, അല്ലെങ്കിൽ 70 വയസ്സുള്ള സ്ത്രീയാകട്ടെ. ഈയിടെ 2 ദിവസം മുൻപ് നിങ്ങൾ കണ്ടില്ലേ, തൃച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് വന്ന ഒരു വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. അപ്പോൾ ഞാൻ കരുതുന്നത് പിന്നെ ഒരു ഉത്തരവാദിത്വവുമില്ല. ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. എന്നിട്ട് മന്ത്രി പറയുകയാണ് തമിഴ്നാടാണ് ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമെന്ന്. തമിഴ്നാട്ടുകാരിയായ എനിക്ക് അതെ, തമിഴ്നാടാണ് ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമെന്ന് അഭിമാനത്തോടെ വിശ്വസിക്കാനും പറയാനും വളരെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ പെൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ അവർ വീട്ടിൽ തിരിച്ചെത്തുന്നതുവരെ അവരെവിടെയായിരുന്നാലും സുരക്ഷിതരാണോ? അവർക്ക് കുഴപ്പമൊന്നുമില്ലേ? അവർ സുരക്ഷിതമായി വീട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നോർത്ത് ഞാൻ ആകാംക്ഷയിലായിരിക്കും. അപ്പോൾ എന്നെപ്പോലെ വിശേഷാധികാരങ്ങളുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റെ മറ്റൊരു ഭാഗത്ത് തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിലുള്ള ഒരാൾ ജീവിക്കുന്ന അരക്ഷിതാവസ്ഥയും ഭയവും ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾ സ്ത്രീകളുടെ സുരക്ഷ, പെൺകുട്ടികളുടെ സുരക്ഷ, ക്രമസമാധാനം എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ മറുവാദം നിങ്ങളുണ്ടാക്കിയ LPG ക്ഷാമം കാണൂ എന്നതാണ്. ലോകം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ, ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൻ്റെ ക്രമം അവർക്ക് മനസ്സിലായില്ലെങ്കിൽ, എന്നിട്ടും BJP കാരണമാണ് LPG ക്ഷാമം എന്നവർ പറയുകയാണെങ്കിൽ അവർക്ക് ലോകത്തിൻ്റെ രാഷ്ട്രീയവും നയങ്ങളും മനസ്സിലാകുന്നില്ലെന്നും അവർ എത്രമാത്രം സങ്കുചിത ചിന്താഗതിക്കാരും വിവരമില്ലാത്തവരുമാണെന്നും അത് കാണിക്കുന്നു. ഇത്തവണ തമിഴ്നാട് സംസാരിക്കുന്നത് സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ടിനെക്കുറിച്ചാണ്. ഒരുപക്ഷെ വിജയന് വലിയ തോതിൽ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവർ എന്ന നിലയിൽ. മുഖ്യമന്ത്രിക്കുണ്ട് സ്ത്രീകൾക്ക് പണം നൽകുന്ന ഒരു പദ്ധതി. അവരെ ഒപ്പം കൂട്ടാൻ NDA എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചു. അത് നിങ്ങൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷേ കയ്യിൽ കിട്ടുന്ന പണം മറ്റു ചില സംസ്ഥാനങ്ങളിൽ സൗജന്യങ്ങൾ നൽകിയപ്പോൾ പ്രയോജനപ്പെട്ട ഒന്നാണ്.
നോക്കൂ, ഞങ്ങൾ നയങ്ങളിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വിശ്വസിക്കുന്നു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നതു മുതൽ ഇതൊരു പ്രത്യേക മതവിഭാഗത്തിനുള്ളതാണെന്ന് പ്രതിപക്ഷം എപ്പോഴും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന മതപരമായ അതിർവരമ്പുകൾക്കപ്പുറം സ്ത്രീകൾക്കായി എത്രയധികം നയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതൊരു നയവും അത് സ്ത്രീകൾക്കോ വിദ്യാർത്ഥികൾക്കോ പ്രായമായവർക്കോ മുതിർന്ന പൗരന്മാർക്കോ വേണ്ടിയുള്ളതാകട്ടെ, അല്ലെങ്കിൽ BJP സർക്കാരോ NDA മുന്നണിയോ രാജ്യത്ത് കൊണ്ടുവന്ന മറ്റേതൊരു നയവുമാകട്ടെ, ഇതൊരു പ്രത്യേക പ്രദേശത്തിൻ്റേതാണെന്നോ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് വേണ്ടിയുള്ളതാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയല്ലെന്നും പറയുന്ന ഒരെണ്ണം ദയവായി എനിക്ക് പറഞ്ഞു തരൂ. ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈ രാജ്യത്തെ ഓരോ പൗരനും കൊണ്ടുവന്നിട്ടുള്ള നയങ്ങളുടെ പ്രയോജനങ്ങൾ യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നുണ്ട്. അടിത്തട്ടിലെ 5-ൽ നിന്ന് ആദ്യത്തെ 3-ലേക്ക് കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഇത്ര ഗണ്യമായി ഇത്ര വലിയ വേഗതയിൽ വളരുന്നതും ആഗോളതലത്തിൽ ഇന്ന് യുദ്ധം നടക്കുമ്പോഴും പ്രധാനമന്ത്രി സംസാരിച്ചാൽ യുദ്ധം നിർത്താമെന്ന് UAE മന്ത്രിമാർ പറയുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നതും കാണുമ്പോൾ ഞങ്ങൾ തീർച്ചയായും എന്തെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ രാജ്യത്തിന് ആഗോളതലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അവരെവിടെയോ എന്തോ ശരിയായി ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷം അതിനോട് കണ്ണടക്കുകയാണെങ്കിൽ അവർക്ക് വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ഓർമ്മക്കുറവും അന്ധതയുമാണുള്ളതെന്ന് ഞാൻ പറയും. പക്ഷേ LPG ഗ്യാസ് ക്ഷാമം പോലെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുമായി വൈകാരികമായി ബന്ധമുണ്ടാക്കുന്ന അനുരണനമുണ്ടാക്കുന്ന അതാണോ രാഷ്ട്രീയ ആഖ്യാനമായി മാറുന്നത്? ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവർ അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കോൺഗ്രസ്സുകാർ LPG ഗ്യാസ് തലയിൽ വെച്ച് നടക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ വില കൂടിയപ്പോൾ സ്മൃതി ഇറാനി LPG ഗ്യാസുമായി തെരുവിൻ്റെ നടുക്കിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ കാര്യവും ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഞങ്ങൾ ആ നീ ഞാൻ എന്ന വാഗ്വാദത്തിന് പോകുന്നില്ല. ഞങ്ങൾ ആ വാഗ്വാദത്തിലേക്കും തർക്കത്തിലേക്കും കടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. ഞങ്ങൾ അവരോട് പ്രതികരിക്കുന്നില്ല. കാരണം അവർ ചെയ്യുന്നത് തികച്ചും വിഡ്ഢിത്തമാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ക്ഷാമമില്ല. ഞങ്ങൾ സംസാരിക്കുന്നത് അവരെങ്ങനെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി നിറഞ്ഞ ഒരു സാഹചര്യവും ആ ഭയവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. പക്ഷേ നിങ്ങൾ ആദ്യത്തെ 2 ദിവസം കണ്ടില്ലേ? പെട്രോൾ ബങ്കുകളിൽ വലിയ ക്യൂവും വലിയ ആൾക്കൂട്ടവുമായിരുന്നു. അതെല്ലാം ഇപ്പോൾ അടങ്ങി. കാരണം പെട്രോളിനോ ഡീസലിനോ ക്ഷാമമില്ലെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. DMK ഇത് ആസൂത്രണം ചെയ്യുകയായിരുന്നെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? DMK ഇതിന് എരിവ് പകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കിപ്പോൾ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അവർ ജയിച്ചാൽ അവർക്ക് കുഴപ്പമില്ല. അവർ ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ അതോടെ DMKയുടെ അവസാനമാകും. അവർക്കത് നന്നായിട്ടറിയാം. അടുത്ത 5 വർഷം DMK അതിജീവിക്കുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇതൊരു ജീവൻ മരണ സാഹചര്യമാണ്. അതിനാൽ അവരെല്ലാ അടവുകളും പയറ്റും. എന്തെങ്കിലും തരത്തിലുള്ള സഹതാപം നേടുന്നതിനായി സാധ്യമായ എല്ലാ വ്യാജ ആഖ്യാനങ്ങളും സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ തമിഴ്നാട്ടിലെ ജനങ്ങൾ അത് മനസ്സിലാക്കാൻ മാത്രം മിടുക്കരാണ്. കൂടാതെ ഇതൊന്നും വിലപ്പോവില്ലെന്ന് മനസ്സിലാക്കുന്ന വിദ്യാസമ്പന്നരായ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. വിജയിനെയും അദ്ദേഹത്തിൻ്റെ TVKയെയും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം എന്ത് സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നത്? അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. മാസ് നിങ്ങൾക്ക് വോട്ട് നേടിത്തരില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. അവ നിങ്ങളെ തിരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനോ നിങ്ങൾക്കായി വോട്ട് നേടാനോ പോകുന്നില്ല. അതെ, അദ്ദേഹത്തിന് കളി മാറ്റിമറിക്കുന്നയാളാകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ വീണ്ടും ആളുകൾ വോട്ട് ചെയ്യുകയും ഫലം വരികയും ചെയ്യുന്നത് വരെ നിങ്ങൾക്കറിയില്ല. തെലുങ്കിലെ പ്രമുഖ നടന്മാരിലൊരാൾ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം തൻ്റെ പാർട്ടി ആരംഭിച്ചപ്പോൾ സംഭവിച്ചത് ഇതാണ്. ഞങ്ങൾ വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവർ പറഞ്ഞു, തീർന്നു, ഇത് കോൺഗ്രസിൻ്റെ അവസാനമാണ്. പക്ഷെ പിന്നീട് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ നന്നായി ശോഭിക്കാൻ കഴിഞ്ഞില്ല. വിജയകാന്ത് വന്നപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത്. അദ്ദേഹം ജയിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വീണ്ടും തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റ് ചില നടന്മാർ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചപ്പോൾ അവർക്ക് അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കരുതുന്നു, അപ്പോൾ ഇതിനെ ചിരഞ്ജീവി ടെംപ്ലേറ്റ് എന്നും പവൻ കല്യാൺ ടെംപ്ലേറ്റ് എന്നും വിളിക്കണമോ? നിങ്ങൾ പവൻ കല്യാൺ ടെംപ്ലേറ്റിനെയാണോ വാദിക്കുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ വിജയയെ എൻ്റെ അനുജനായാണ് കാണുന്നത്. അവൻ എന്നെ ദീദി എന്ന് വിളിക്കുന്നു. ഞാൻ അവനെ ഉപദേശിക്കുന്നത്, ഞാൻ അവൻ്റെ ഉപദേശകയായിരുന്നെങ്കിൽ ഞാൻ അവനോട് പറയുമായിരുന്നു, പവൻ കല്യാണിൻ്റെ വഴിക്ക് പോകൂ.
ഞാൻ തീർച്ചയായും അവനെ അത് ഉപദേശിക്കുമായിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ടല്ലോ. അവന് സ്വന്തമായി ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ട്. ഉപദേശകരായി അവന് അവൻ്റേതായ ആളുകളുണ്ട്. അതുകൊണ്ട് അവന് വേണ്ടി തീരുമാനമെടുക്കാൻ ഏറ്റവും നല്ല വ്യക്തി അവൻ തന്നെയാണ്. അതുകൊണ്ട് അവൻ തീരുമാനിക്കട്ടെ. നമുക്ക് കാണാം. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ ഇനിയും ഒരാഴ്ച കൂടിയുണ്ട്. അതുകൊണ്ട് ഈ ഒരാഴ്ചയിൽ എന്തും സംഭവിക്കാം. അതിനാൽ നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ NDAയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി EPS ആണ്. അത് വളരെ സങ്കീർണമായി മാറുന്നു അല്ലേ? കാരണം ചൗ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികൾ എപ്പോഴും വരുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി മുഖമാകും എന്ന പ്രതീക്ഷയോടെയാണ്. ഇവിടെയും ഡൽഹിയിലുമുള്ള പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അതിലൊരു തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ EPS ആണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, കാരണം അദ്ദേഹം 2021 മുതൽ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ തമിഴ്നാട് അഭിവൃദ്ധി പ്രാപിക്കുന്നതും മെച്ചപ്പെടുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെ? ഞാൻ ഉദ്ദേശിച്ചത് 19 മുതൽ. അതെ, 21 മുതൽ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹം എങ്ങനെ പ്രവർത്തിച്ചെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 21 മുതൽ DMK അധികാരത്തിൽ വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ നമ്മൾ കണ്ട തരം തകർച്ച വെച്ച് DMKക്ക് വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിക്കണോ എന്ന് ആളുകൾ ചിന്തിക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒരു പൗര എന്ന നിലയിൽ ഞാൻ എന്നെ ഒരു സമ്പൂർണ്ണ ദക്ഷിണേന്ത്യക്കാരി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു പൗരയായിട്ടാണ് കാണുന്നത്. അതിനാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോൾ വേണമെങ്കിലും EPSന് വോട്ട് ചെയ്യും. നിങ്ങൾ തീർച്ചയായും വളരെ നന്നായി ഇഴുകിച്ചേർന്ന ഒരാളുടെ ഉദാഹരണമാണ്. മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനം നിങ്ങളെ അവകാശപ്പെട്ടാൽ പോലും തമിഴർ പറയും, ഇല്ല, അവൾ ഞങ്ങളുടേതാണ്. എന്നാൽ BJPക്ക് ഇപ്പോഴും ഒരു പുറത്തുനിന്നുള്ള പാർട്ടിയുടെ ലേബൽ ഉള്ളതായി തോന്നുന്നു. അങ്ങനെയാണോ? പുറത്തുനിന്നുള്ള പാർട്ടിയല്ല. ആഴത്തിൽ വേരൂന്നാൻ ഞങ്ങൾ കുറച്ച് സമയമെടുക്കും. എന്നാൽ ഭാവിയിൽ തമിഴ്നാട്ടിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ തീർച്ചയായും സ്വപ്നം കാണുന്നു. ഞങ്ങൾക്കത് മനസ്സിലാകും. നോക്കൂ, ആളുകൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല. ദീർഘകാലം നിലനിൽക്കാൻ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇന്ത്യ BJPയെ ഒരു ഹാട്രിക് വിജയത്തോടെ തിരികെ അധികാരത്തിലേറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും നമുക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകും. അവർ നമുക്കെതിരാണെങ്കിൽ പോലും ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ പോലും ഇറാൻ ഇറാഖ്, ഞാൻ ഉദ്ദേശിച്ചത് ഇറാൻ US ഇറാഖ് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ തിരിച്ചു വന്ന മുസ്ലിങ്ങൾ പോലും പറഞ്ഞു, പ്രധാനമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ ഇത് സാധ്യമാകുമായിരുന്നില്ല. അതിനാൽ മുത്തലാഖിൽ നിന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയ നിയമങ്ങളായാലും വീണ്ടും മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ 370 ആയാലും ആളുകൾക്ക് കാണാനായി അത് അവിടെയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ പ്രതിപക്ഷം എന്തു വ്യാജ ആഖ്യാനമോ തെറ്റായ പ്രചരണമോ നടത്തിയാലും തുല്യമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. ഒരു പാർട്ടി നേതാവുണ്ട്. ഒരു പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹം നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെന്നോ ഏത് ജാതിയിലോ സമുദായത്തിലോ പെട്ടവരാണെന്നോ അല്ലെങ്കിൽ എവിടെ നിന്നുള്ളവരാണെന്നോ പരിഗണിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് രാഷ്ട്രത്തെക്കുറിച്ചാണ്. ഇത് ഈ രാജ്യത്തെ ഓരോ ഇന്ത്യക്കാരനെക്കുറിച്ചുമുള്ളതാണ്. കൂടാതെ തമിഴ്നാട് അധികം അകലെയല്ല. ഞങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുമെന്ന് ഞങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. NDA ജനങ്ങൾക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടി എത്രമാത്രം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും NDA സഖ്യമാണ് മുന്നോട്ടുള്ള വഴിയെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. NDA സഖ്യത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, അംഗങ്ങളായ AIADMKയും BJPയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുന്നോട്ടു പോകുമ്പോൾ ആ വോട്ട് കൈമാറ്റം നടക്കാൻ സാധ്യതയുണ്ടോ? അതോ അവിടെ ചില ഉരസലുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? കാരണം ആളുകൾ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, കുടുംബങ്ങളിൽ മുതിർന്നവർ വോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും ഒരു വശത്ത് അല്ലെങ്കിൽ മറുവശത്ത് താമരയ്ക്ക്. പക്ഷേ യുവാക്കൾ വിജയുടെ വഴിക്ക് പോകുമെന്ന് അവർ പറയുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു മുറിയിലിരുന്ന് സംസാരിക്കാനും ചർച്ച ചെയ്യാനും നമുക്ക് വളരെ എളുപ്പമാണ്. ഞാൻ കൂടുതൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പാർട്ടിയുടെ കാര്യത്തിൽ എന്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവയെല്ലാം പരിഹരിച്ചിട്ടുണ്ട് എന്നാണ്. പിന്നെ ഒരു കുടുംബത്തിലായിരിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അത് കുഴപ്പമില്ല. അഭിപ്രായ വ്യത്യാസം എന്നതിനർത്ഥം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് ജനാധിപത്യമുണ്ട് എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിച്ചു. ഇന്ന് എല്ലാവരും ഒരേ വേദിയിൽ ഒരുമിച്ചിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരുമിച്ച് പ്രവർത്തിച്ച് NDA വിജയിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഒറ്റക്കെട്ടായി. ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യവും ഒരു വർഗത്തോടും ജാതിയോടും പ്രശ്നങ്ങളില്ലാത്ത അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സംസ്ഥാനവും നൽകാൻ വേണ്ടി പോരാടിക്കൊണ്ട്.
നമ്മൾ ഐക്യത്തോടെ പ്രവർത്തിക്കുക മാത്രമാണ് വേണ്ടത്. വിജയിന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്തായാലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നിങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെ, ഒരു സഹപ്രവർത്തക സോഷ്യൽ മീഡിയയിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഇന്നലെയും നടി തൃഷ എയർപോർട്ടിലായിരുന്നു. അവരെ ട്രോളി, അവരെ പിന്തുടർന്നു. പിന്നീട് സോഷ്യൽ മീഡിയയിലും അതുണ്ടായി. നോക്കൂ, നിർഭാഗ്യവശാൽ നമ്മൾ തുമ്മിയാൽ പോലും അതിന് മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവരിരുവരെയും കുറിച്ച് എനിക്കറിയാവുന്നത് വെച്ച് തൃഷ എനിക്ക് വളരെ വളരെ അടുത്ത ആളായതുകൊണ്ട് ഞാൻ പറയും, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാന്യതയുള്ള സ്ത്രീകളിൽ ഒരാളും ഏറ്റവും സൗമ്യമായ വ്യക്തിയുമാണ് തൃഷ. എല്ലായിടത്തും നിങ്ങളെ പിന്തുടരുന്ന പാപ്പരാസികളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഒരു തരം സംവിധാനമാണ് നമ്മൾ ഒരുപക്ഷെ മുംബൈയിൽ കണ്ടിട്ടുള്ളത്, ഇവിടെയല്ല. നിർഭാഗ്യവശാൽ അതിവിടെ തുടങ്ങുകയാണ്. അഭിപ്രായം പറയുകയും ഇരുന്ന് സംസാരിക്കുകയും ചെയ്യുന്നവർ സ്വന്തം പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർ മറ്റൊരാളെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ ഒരുതരം ആനന്ദം അല്ലെങ്കിൽ ഒരു സാഡിസ്റ്റിക് സന്തോഷം കണ്ടെത്തുന്നു. അവരിൽ 99.9% പേരെയും നമുക്ക് അറിയില്ല. അതുകൊണ്ട് ആര് തന്നെയായാലും മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് അവർ ഉത്തരവാദികളല്ല. അവർക്ക് മറുപടി നൽകി നമ്മുടെ സമയം പാഴാക്കേണ്ടതുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ ഇതിന് മുൻപുള്ള പാർട്ടി വിട്ടപ്പോൾ അവർക്ക് ബുദ്ധിയുള്ള സ്ത്രീകളെ ആവശ്യമില്ല എന്ന് സംസാരിക്കുകയോ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുകയോ ചെയ്ത ഒരാളാണ് നിങ്ങൾ. അതെ. ഇപ്പോൾ അതിനൊരു സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? അതായത് BJP മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാതൃക തമിഴ്നാടിന് ആവശ്യമുണ്ടോ? വ്യക്തിത്വ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി വികസന രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുക. നമുക്ക് വികസനം വേണം, ഏതു തരത്തിലുള്ള വികസനവുമാകട്ടെ. പക്ഷേ നമുക്ക് വികസനം വേണം. നമുക്ക് പഴയകാല നേട്ടങ്ങളിൽ അഭിരമിച്ചിരിക്കാൻ കഴിയില്ല. വ്യാജ പ്രതീക്ഷകളിലോ വാഗ്ദാനങ്ങളിലോ അതിജീവിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ബുദ്ധിമതിയായ സ്ത്രീയോ? അതെ, നിർമ്മല സീതാരാമൻ തുടർച്ചയായ 9 വർഷം പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ചോദിക്കാനാകും? രാജ്യത്തെ ഏറ്റവും ബുദ്ധിമതിയായ സ്ത്രീ, ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്, ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായ സുഷമ സ്വരാജ് നിങ്ങൾക്കുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴിസൈ സൗന്ദരരാജനോളം വിദ്യാസമ്പന്നയായ ഒരാൾ നിങ്ങൾക്കുണ്ട്. വീണ്ടും വാനതി ശ്രീനിവാസൻ, ദേശീയ മഹിളാ മോർച്ചയുടെ അധ്യക്ഷ. സ്മൃതി ഇറാനി അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള സ്ത്രീകളെ മാത്രമാണ് പരാമർശിച്ചത്. അതെ, ദയവായി എന്നോട് പറയൂ. ഈയിടെയായി ഞാൻ ഉദ്ദേശിച്ചത് DMKയിൽ ഏറ്റവും മികച്ച ബുദ്ധിശക്തിയുള്ള സ്ത്രീകളിൽ ഒരാളാണ് കനിമൊഴി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ കനിയെ ഈ സ്ഥാനക്കയറ്റം നൽകുന്നത് പോലും ഞാൻ കാണുന്നില്ല. സംസ്ഥാനത്തെ മന്ത്രിമാരിൽ ഒരാളായി. നിങ്ങൾ കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത്? ശരി, കുടുംബ രാഷ്ട്രീയം തുലയട്ടെ. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ സ്വന്തം സഹോദരി ഇവിടെ ഒരു മന്ത്രിയായി സ്ത്രീകളെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ അവളെ ഡൽഹിയിലേക്ക് തള്ളിവിടുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നു, ഇല്ല, ഞങ്ങൾക്കൊരു പാലം വേണം. എന്തിന്? കനിമൊഴിയെ തമിഴ്നാട്ടിലെ മന്ത്രിമാരിൽ ഒരാളായി സ്ത്രീകളെ മുന്നിൽ നിന്ന് നയിക്കുന്ന, അസംബ്ലിയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുന്ന ഇവിടെ ഏറ്റവും ശക്തരായ മന്ത്രിമാരിൽ ഒരാളായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും വർഷങ്ങളായി നിങ്ങളത് കാണുന്നില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം സഹോദരിക്ക് നിങ്ങൾ സ്ഥാനക്കയറ്റം നൽകുന്നില്ല? അവൾ കഴിവുള്ളവളാണ്. അതുകൊണ്ട് അവൾ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നുണ്ട്. അവൾ കഴിവുള്ളവളാണ്, അവൾ ബുദ്ധിയുള്ളവളാണ്, അവൾ ആ ഭാഷ സംസാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അവൾക്ക് സ്ഥാനക്കയറ്റം നൽകുന്നില്ല? അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് DMKയുടെ അടിസ്ഥാനപരമായ പുരുഷാധിപത്യപരവും ശ്രേണീകൃതവുമായ മാനസികാവസ്ഥ തുടരുന്നു. ഇതുതന്നെയാണ് കോൺഗ്രസിന്റെ കാര്യവും. ദയവായി ഒരു നേതാവിന്റെ പേര് പറയൂ. അന്ന് നിങ്ങൾക്ക് ഷീലാ ദീക്ഷിത് ജിയോ അംബിക സോണിജിയോ ഉണ്ടായിരുന്നു. ദയവായി അടുത്തിടെ പാർലമെന്റിൽ സംസാരിക്കാൻ പോലും കഴിയുന്ന ആരുടെയെങ്കിലും പേര് പറയൂ. നിങ്ങൾ പ്രിയങ്ക ഗാന്ധി ഒഴികെ. വീണ്ടും അതൊരു രാഷ്ട്രീയ കുടുംബവാഴ്ചയാണ്. പാർലമെന്റിൽ ഏതെങ്കിലും വനിതാ MP മാർ സംസാരിക്കുന്നത് പോലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, അവർ സംസാരിക്കാറില്ല. ആര് സംസാരിക്കും, ആരെ കാണും, ആരെ കേൾക്കും എന്നത് വളരെ ലിഖിതമായ ഒരു നിയമമാണ്. എല്ലാം തീരുമാനിക്കാൻ പോകുന്നത് ഒരു കുടുംബമാണ്. ബാക്കിയുള്ളവരെല്ലാം മിണ്ടാതിരിക്കണം. ശശി തരൂരിനെ പോലെയുള്ള ഒരാളോട് പോലും മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1000 ലൈറ്റ്സ്, അത് നിങ്ങളെ എന്ത് പഠിപ്പിച്ചു? ഈ തിരഞ്ഞെടുപ്പിൽ എന്താണ് നിങ്ങളുടെ പദ്ധതി? നിങ്ങൾ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാനത് പാർട്ടിക്ക് വിടുന്നു. ആരാണ് മത്സരാർത്ഥികൾ? ഏതൊക്കെ നിയോജക മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് കിട്ടും? എത്ര സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടും എന്നതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും ചർച്ചകളിലാണ്. അതുകൊണ്ട് അതെല്ലാം പാർട്ടിയെ ആശ്രയിച്ചിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇത് മുഖങ്ങളല്ല,
എനിക്ക് മത്സരിക്കണം, അതുകൊണ്ട് നിങ്ങൾ എനിക്കൊരു സ്ഥാനം തരണം എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഇല്ല, പാർട്ടി ജയിക്കണം, സഖ്യം ജയിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആരായാലും വോട്ടുകൾ കൊണ്ടുവരാൻ കഴിയുന്ന മുഖങ്ങൾ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജനക്കൂട്ടത്തിന് കഴിയില്ലെന്ന്. ജനക്കൂട്ടത്തിന് നിങ്ങൾക്ക് വോട്ടുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ 1000 ലൈക്കുകൾ നേടിയേനെ. ജനക്കൂട്ടത്തിന് നിങ്ങൾക്കറിയാമല്ലോ, വോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കമൽഹാസൻ ജയിക്കേണ്ടതായിരുന്നു. ജനക്കൂട്ടത്തിന് വോട്ട് കൊണ്ടുവരാൻ കഴിയുമായിരുന്നെങ്കിൽ വിജയ്കാന്ത് വീണ്ടും ജയിക്കേണ്ടതായിരുന്നു. അദ്ദേഹം ജയിച്ചില്ല. അതുകൊണ്ട് അതിന് സമയമെടുക്കും. അതുകൊണ്ട് ജനക്കൂട്ടത്തിന് നിങ്ങൾക്ക് വോട്ടുകൾ കൊണ്ടുവരാൻ കഴിയില്ല. ജനങ്ങളെ, വികസനം നിങ്ങൾക്ക് വോട്ട് നേടിത്തരും. പാർട്ടിയിലുള്ള വിശ്വാസം നിങ്ങൾക്ക് വോട്ട് തരും. അതുകൊണ്ട് ഇപ്പോൾ 5 വർഷം കൊണ്ട് കാലം മാറി. അതുകൊണ്ട് പാർട്ടി നിങ്ങൾ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇല്ല എനിക്ക് തീർച്ചയായും മത്സരിക്കണം, അതുകൊണ്ട് ഞാനൊരു മണ്ഡലം കണ്ടെത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് പ്രവർത്തിക്കാൻ പോകുന്നു എന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ ഒതുങ്ങി നിൽക്കുകയും അവരാവശ്യപ്പെടുമ്പോഴെല്ലാം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയുമായിരുന്നു. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഇപ്പോഴല്ലെങ്കിൽ ഒരുപക്ഷെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ പ്രവർത്തനം തുടങ്ങാം എന്നൊന്നും ചിന്തിക്കുന്ന ആളല്ല ഞാൻ വിത്തുകൾ പാകാൻ തുടങ്ങും. ഒരു മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പോകും. ഇല്ല, ഞാൻ പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, എനിക്ക് വേണ്ടിയല്ല. ഞാൻ വ്യക്തിപരമായൊരു വളർച്ചയല്ല നോക്കുന്നത്. പ്രശസ്തി, തലക്കെട്ട് വാർത്തകൾ, മുഖചിത്ര കഥകൾ, അഭിമുഖങ്ങൾ, ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ. അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും. ആര് എവിടെ നിന്ന് മത്സരിക്കണം എന്ന് തീരുമാനിക്കാൻ ഏറ്റവും നല്ല ആളുകൾ മുതിർന്ന നേതാക്കളാണെന്നും ഞാൻ കരുതുന്നു. ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയായിരുന്നു. പക്ഷേ നിങ്ങൾ കമൽഹാസനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്കിത് ചോദിച്ചേ പറ്റൂ. രാഷ്ട്രീയത്തിൽ ഒരുപാട് കഠിനമായി പരിശ്രമിച്ച കമൽഹാസനെയും വിജയെയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നേതാക്കൾ എന്ന നിലയിൽ ഇരുവരുടെയും ശൈലികൾ തമ്മിലുള്ള വ്യത്യാസമായി നിങ്ങൾ എന്താണ് കാണുന്നത്? നടന്മാർ എന്ന നിലയിലല്ല, മറിച്ച് നേതാക്കൾ എന്ന നിലയിൽ. നിങ്ങൾ അവരെ നടന്മാരായി കാണുന്നത് എന്താണോ കൃത്യമായും അതുതന്നെ. ഒരുപക്ഷെ വിജയ് മിസ്റ്റർ എന്താണോ ആ ഒരു സ്ഥാനത്താണ്. രജനീകാന്ത് 91-ലും 92-ലുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിലുള്ള പ്രതീക്ഷകൾ വളരെ വളരെ വലുതാണ്. കമൽ സർ വളരെ വളരെ അനുഭവ സമ്പത്തുള്ള ഒരു നടനാണ്. കൂടാതെ അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണെന്ന് ഞാൻ പറയും. അതുകൊണ്ട് വിജയിയെ കമൽ സാറുമായി താരതമ്യം ചെയ്യുന്നത് പോലും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കമൽ സർ വളരെ സീനിയറാണ്. ഇന്ന് അദ്ദേഹം പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ അത് പ്രധാന വാർത്തയാകുന്നു. അതുകൊണ്ട് വിജയ്ക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇരുവരെയും താരതമ്യം ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ തെറ്റായിരിക്കും. സീനിയേഴ്സ് അവിടെ ഉണ്ടെന്നും ജൂനിയേഴ്സിന് ഇനിയും അവർക്കൊപ്പം എത്താനുണ്ടെന്നും ഞാൻ കരുതുന്നു. അതുകൊണ്ട് അവർ പഠിക്കട്ടെ, ശരിയും തെറ്റും പഠിക്കട്ടെ. നാം എല്ലാവരും തെറ്റുകൾ വരുത്തും. അതുകൊണ്ട് ഞാൻ കരുതുന്നു കമൽ സാറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്ന രാഷ്ട്രീയക്കാരനെയോ നോക്കി ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും പഠിക്കാനും അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറന്ന് പുതിയത് പഠിക്കാനും വിജയ്ക്ക് ഇത് ശരിയായ സമയമാണ്. വിജയിക്കാൻ എന്തെങ്കിലും പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിലത് മറക്കേണ്ടതുണ്ടെന്ന് അവരെപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് താൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിജയ്ക്ക് തോന്നുന്നുവെങ്കിൽ ദയവായി നിങ്ങൾ ഇതിനകം പഠിച്ചത് മറന്ന് പുതിയ എന്തെങ്കിലും പഠിക്കൂ. അതുകൊണ്ട് ഞാൻ കമൽ സാറിനെയും വിജയിയെയും താരതമ്യം ചെയ്യില്ല. പിന്നെ എല്ലാവരും ലോകത്തിനറിയാം ഞാൻ കമൽ സാറിൻ്റെ ഏറ്റവും കടുത്ത ആരാധകരിൽ ഒരാളാണ്. അതുകൊണ്ട് ഞാൻ കമൽ സാറിനെ ആരുമായി താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് എൻ്റെ ഹൃദയം നിലകൊള്ളുന്നതും മിടിക്കുന്നതും കമൽ സാറിന് വേണ്ടിയാണ്. അതുകൊണ്ട് അതെപ്പോഴും അങ്ങനെയായിരിക്കും. കഴിഞ്ഞ ദിവസം TVK പറഞ്ഞു, രജനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്മേൽ സമ്മർദ്ദമുണ്ടായിരുന്നതുകൊണ്ടോ ആണ് രാഷ്ട്രീയത്തിൽ വരാൻ കഴിയാതിരുന്നതെന്ന്. അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? കരൂർ കേസിൽ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുകൊണ്ട് വിജയിന്റെ മേലും സമാനമായ സമ്മർദ്ദം ചെലുത്തപ്പെടുന്നുണ്ടെന്നും വിജയിന്റെ മേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണെന്നും രജനി അതിനെ ചെറുത്തു നിൽക്കാത്തതുകൊണ്ടാണ് പിന്മാറാൻ തീരുമാനിച്ചതെന്നും ചിലർ പറയും. അത് തീർത്തും തെറ്റാണെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് നിങ്ങളുടെ സ്വന്തം വാദത്തെ പിന്തുണയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങളിൽ വീണുപോകും. രജനി സാറിന് രാഷ്ട്രീയത്തിൽ വരാൻ കഴിയാതിരുന്നത് അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ്. കൂടാതെ രാഷ്ട്രീയത്തിൽ വരാൻ എത്രമാത്രം സമയവും ഊർജവും വേണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശരീരം അന്നത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ആ സമ്മർദ്ദം താങ്ങാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് രജനി സാർ എടുത്ത തീരുമാനവും അതൊരു സമ്മർദ്ദമായിരുന്നു എന്ന് പറയുന്നതും. ഇനി കരൂർ CBIയുടെ കാര്യം പറയുകയാണെങ്കിൽ കരൂർ സംഭവം നടന്നയുടനെ വിജയ് തന്നെയല്ലേ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്? കാരണം സംസ്ഥാന സർക്കാർ SIT എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു CBI അന്വേഷണം വേണം.
അതുകൊണ്ട് ഒരു CBI അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഞങ്ങൾ CBI അന്വേഷണം വെച്ചു എന്ന് BJP പറയുന്നത്? ഇല്ല, CBI ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അവരുടെ ജോലി ചെയ്യും. ക്രൈം ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അപ്പോൾ അത് തനിയെ പ്രവർത്തിക്കുന്നു. സുപ്രീം കോടതി തനിയെയാണ് പ്രവർത്തിക്കുന്നത്. അവയെല്ലാം സ്വതന്ത്രമാണ്. അവ BJPയെ ആശ്രയിക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ സുപ്രീം കോടതി ഞങ്ങളെ രൂക്ഷമായി വിമർശിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ട് രാജ്യത്തിൻ്റെ നിയമങ്ങളും ഒന്നാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും, നിങ്ങൾ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന പൗരനായാലും അല്ലെങ്കിൽ തീരെ നികുതി അടയ്ക്കാത്ത ആളായാലും നിയമങ്ങൾ ഒന്നു തന്നെയാണ്. അതുകൊണ്ട് BJP അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് അവർ വഴങ്ങാൻ പോകുന്നില്ല. ഒരുപക്ഷെ ഇങ്ങനെ സംസാരിക്കുന്നവരും ഇത്തരത്തിലുള്ള വാദവുമായി വരുന്നവരും കോൺഗ്രസിൻ്റെ കാലത്തെല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അവരാഗ്രഹിച്ചിരുന്നത് കണ്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് നിയമങ്ങൾ അവരുടെ കീഴിലായിരുന്നു. ഒരുപക്ഷെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. എല്ലാം നിയമങ്ങൾ ഇങ്ങനെയായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ അതൊരു പാവകളി പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി. ഞങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ഞങ്ങൾ തെറ്റാണെങ്കിൽ ഞങ്ങൾ തെറ്റാണെന്ന് ഞങ്ങളോട് പറയുക. ഞങ്ങൾ തെറ്റായ ദിശയിൽ പോകുമ്പോൾ തിരുത്തലുകൾ വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് BJPയും പ്രവർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. സുപ്രീം കോടതി ചില നയങ്ങളിൽ സുപ്രീം കോടതി മാറ്റങ്ങൾ വരുത്താൻ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തെറ്റ് പറ്റുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങളത് പരിശോധിക്കാം, പരിഹരിക്കാം. ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. ഞങ്ങളിങ്ങനെ പറയാറില്ല, ശരി, ഞങ്ങൾ 3 തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു, അതൊരു ഹാട്രിക്കാണ്, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാം. ഇല്ല, ഞങ്ങൾക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണ്. ഞങ്ങളത് തുടരുകയും ചെയ്യും. രാഷ്ട്രീയത്തിലും സിനിമയിലുമുള്ള ഒരാളെന്ന നിലയിൽ ജനനഗനെയും CBFCയെയും കുറിച്ച് അവസാനമായി ഒരു കാര്യം. സ്ഥാപനങ്ങൾ വ്യത്യസ്തമാകുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ വീണ്ടും ഒരിക്കൽ കൂടി വിരലുകൾ ചൂണ്ടപ്പെടുന്നു. ആളുകൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പറഞ്ഞത്, എവിടെയെങ്കിലും ഒരു കുട്ടി തുമ്മിയാൽ പോലും അവർ പറയും BJPയാണ് ഉത്തരവാദിയെന്ന്. കാരണം വായു ശുദ്ധമല്ല. കാരണം BJP ഉറപ്പാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അവർ വായുവിൽ മലിനീകരണം നിറച്ചിരിക്കുകയാണെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് മാറാൻ കഴിയില്ല. കാരണം നിങ്ങൾ വിജയിക്കാതിരിക്കുകയും നിങ്ങൾ പരാജയപ്പെടുകയാണെന്ന് അറിയുകയും ചെയ്യുമ്പോൾ നിങ്ങളത് മറ്റുള്ളവരുടെ മേൽ പഴിചാരാൻ ആഗ്രഹിക്കും. നിങ്ങളുടെ പരാജയങ്ങൾക്ക് നിങ്ങൾ പഴിചാരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പരാജയങ്ങൾ മറ്റുള്ളവരുടെ മേൽ വെച്ചുകെട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നതായി ഞാൻ കാണുന്നത്. അവരുടെ ഓരോ പരാജയത്തിനും BJPയാണ് ഉത്തരവാദിയെന്ന് അവർ പറയുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഈ അവസരം വിനിയോഗിച്ച് മിസ്റ്റർക്ക് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക്. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളെ സജീവമായി നിലനിർത്തുന്നതിനും ഞങ്ങൾക്ക് വിനോദം നൽകുന്നതിനും വളരെ പരോക്ഷമായി BJPയുടെ ഏറ്റവും തിളക്കമുള്ള വക്താവായി പ്രവർത്തിക്കുന്നതിനും വളരെ നന്ദി. ഒരുപാട് നന്ദി. എപ്പോഴത്തെയും പോലെ നിങ്ങളോട് സംസാരിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഒപ്പം എല്ലാ ആശംസകളും. നിങ്ങൾ മത്സരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾ BJPയുടെ മാത്രമല്ല NDAയുടെ തന്നെ ഒരു തിളങ്ങുന്ന താരമായിരിക്കും. ഒരുപാട് നന്ദി. നന്ദി. അപ്പോൾ അത് ഖുശ്ബു സുന്ദറായിരുന്നു. അവരുടെ ഏറ്റവും മികച്ച തുറന്നടിച്ചുള്ള രൂപത്തിൽ അവരെപ്പോഴും അങ്ങനെയാണ്. കൂടാതെ കണ്ടതിന് ഒരുപാട് നന്ദി.